ബോഡി ചെക്കിങ്ങും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞു. അകത്തേക്ക് നമ്മൾ കയറി കേട്ടോ. അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഗേറ്റ് 5:25 മാത്രമേ ഗേറ്റ് ഡിക്ലെയർ ചെയ്യുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോഴേ സമയം 12:30 ആയുള്ളൂ. അപ്പോൾ കുറേ മണിക്കൂറുകൾ ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. തൽക്കാലം നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സീറ്റ് പിടിക്കാം. അവിടെ പോയിരുന്നിട്ട് അവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുപോലെ എവിടെയാണ് ചാർജിങ് സ്റ്റേഷൻ നോക്കാം. അപ്പോൾ അത് പോയിട്ട് മൊബൈൽ ചാർജിങ് ലാപ്ടോപ്പും ഒക്കെ ചാർജ് ചെയ്ത് അങ്ങനെ വെക്കാം. ഇവിടുത്തെ LED സ്ക്രീനുകളൊന്നും പറയാൻ പറ്റില്ല. അടിപൊളി LED സ്ക്രീനുകളാണ്. ഇത് മൊത്തം ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഞങ്ങൾ കുറേ കാണിച്ചു. ഇനി നിങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ബോറടിക്കും. അതുകൊണ്ട് ആദ്യം എവിടെയാണ് ടോയ്ലറ്റ് എന്ന് നോക്കാം. ടോയ്ലറ്റിൽ പോയിട്ട് വരാം. എന്നിട്ട് എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കാം. അതാണ് നമുക്ക് ഇനി ഇത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ വൈഫൈ എടുക്കാനുള്ള മെഷീനാണ് ഈ കാണുന്നത്. എല്ലാം വൈഫൈ മെഷീനുകളാണ്. ഇതിൽ നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വൈഫൈൻ്റെ പാസ്വേഡ് വരും. ആ പാസ്വേഡിന് നമുക്ക് വൈഫൈ എടുക്കാം. ഇത് ലോഞ്ചിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഞാനിപ്പോൾ ലോഞ്ചിനകത്താണുള്ളത്. പിന്നെ ലോഞ്ചിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. 3 hours കൂടുതൽ ലോഞ്ചിൽ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം. അത് ലോഞ്ചിൻ്റെ മറ്റൊരു എന്താണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മദ്യം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. മദ്യപിക്കണമെന്നുള്ളവർക്ക് അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് മദ്യപിക്കാം ആ ഭാഗത്ത്. ഇതിപ്പോൾ മദ്യം കഴിക്കാത്തവർക്കുള്ള സ്ഥലമാണ് കേട്ടോ. എന്തായാലും ഇനി എനിക്ക് പോകാനുള്ള സമയമായി അങ്ങോട്ട്. ഫ്ലൈറ്റിന് ഇനിയും ഉണ്ട് 3 മണിക്കൂർ. പക്ഷേ എനിക്ക് ഇവിടെ 3 മണിക്കൂർ ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ 1 മണിക്കൂർ ഇവിടെ കയറിയാണ്. 4 മണിയായി. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം ലോഞ്ചിന്. ഇനി നമ്മൾ ലോഞ്ചിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ലോഞ്ചിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. ഇനി പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോയി എന്തായാലും എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും. പക്ഷേ ഇന്ന് ഒരു 1-2 ബോട്ടിൽ വെള്ളം കുടിച്ചു, കുറച്ച് സ്നാക്സ് കഴിച്ചു, കുറച്ച് വെജിറ്റബിൾ സലാഡ് അങ്ങനെയൊക്കെ ആയിട്ട്. കോഫി എടുത്തില്ല. കോഫി എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി എടുത്ത സംഭവം പണി കിട്ടും. അത് കാരണമാണ് കോഫിയൊന്നും എടുത്തില്ല. ഇങ്ങനെ കാണുന്നത് ലോഞ്ചിനകത്താണ്. ലോഞ്ചിനകത്തുനിന്ന് ഇനി പുറത്തേക്ക് പോവാണ്. എന്തായാലും 2 ബോട്ടിൽ വെള്ളം എടുത്ത് നമുക്ക് കയ്യിൽ വയ്ക്കാം. ആവശ്യം പോലെ എന്ത് ഡ്രിങ്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷെ അങ്ങനെ നമ്മളെടുക്കുന്നത് മോശമല്ലേ. അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല. വെള്ളം മാത്രം എടുക്കുന്നു. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാം. ലോഞ്ചിൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. തുർക്കിഷ് എയർലൈൻസിലാണ് ഞാൻ പോകുന്നത്. റെഡിയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്.
6:55 ഫ്ലൈറ്റ് പോകുന്നത് കേട്ടോ. ഒത്തിരി തുർക്കിഷ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുമാത്രം ഫ്ലൈറ്റ് കാത്തിരിക്കുകയാണ്. ഇതുപോലെ വരുന്നുമുണ്ട്, ഒത്തിരി ഫ്ലൈറ്റുകളുണ്ട് കേട്ടോ. ഇതാണ് എയർപോർട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. രാവിലെയുള്ള ക്ലിയർ പിക്ചറാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. വേറൊരു രാജ്യത്തിൻ്റെ ഒരൊറ്റ ഫ്ലൈറ്റ് അവിടെ കാണാനില്ല. ഉള്ളി തുർക്കിഷ് എയർലൈൻസ് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ല സൈസിലുള്ളത്. അതായത് നമ്മളെ ഫ്ലൈറ്റിലേക്ക് പോകാൻ നല്ല ആളുണ്ട്, ശരിക്കും ആളുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ഇരിക്കുന്നത് മൊത്തം ഫ്ലൈറ്റ് കയറാറുണ്ട്. കാര്യം ഇവിടെ നമുക്ക് ഫുള്ളാണ്. സൗദി അറേബ്യയിൽ നിന്ന് തുർക്കിയിലേക്ക് വന്നാൽ തന്നെ ആളില്ലായിരുന്നു. ഇത് ആൾക്കാർ നടന്ന് ഗേറ്റിലേക്ക് വരുന്നതാണ്. ഇത് എയർപോർട്ടിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഗേറ്റാണ്. D1 മുതൽ തുടങ്ങും, 16, 17 തീരും. 15, 17 ഈ കാണുന്നതാണ് ഒരു സൈഡിൽ. ഇത് നമ്മളത് ഇവിടെ 16. അപ്പോൾ ഇതെൻ്റാണ്. ഇതാണെങ്കിൽ ഇങ്ങനെ എല്ലാ ABCDEF ഒരു G വരെ നോക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഓരോ ലെറ്റേഴ്സിലും 17 ഗേറ്റുണ്ട്. ഞാൻ നടന്ന് തളർന്നു കേട്ടോ. ഞാൻ ഇരുന്നത് സ്റ്റാർട്ടിങ്ങിലായിരുന്നു. ബിയുടെ തുടക്കത്തിലാണ് ഞാൻ അവിടെ ഇരുന്നത്. അവിടെ നിന്ന് നടന്ന് ഇവിടേക്ക് വന്നു. പിന്നെ കുറച്ച് ലിഫ്റ്റുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, വരാം. എന്തായാലും ഇനി നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല തിരക്കുണ്ട്, അത് കാരണം ചിലപ്പോൾ വീഡിയോ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇനി എയർപോർട്ടിൽ പാരീസിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതാണ് നമ്മൾ പോകാനുള്ള വിമാനം വന്ന് കിടക്കുന്നത്. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകാൻ ബോർഡിങ് തുടങ്ങി. നമ്മളല്ല, ഞാൻ ആദ്യം തന്നെ കയറാം. കുറച്ച് തള്ളൽ കുറയുമല്ലോ. ആദ്യം വന്നവർക്ക് ഇതുവരെയും കയറാൻ പറ്റില്ല. ഇവിടെ നിൽക്കാൻ ഇപ്പോഴും ചിറകിൻ്റെ അടുത്തായിരിക്കും നമ്മുടെ സീറ്റ്. നമ്പർ 20 ആണ്. അവിടെ ആയിരിക്കാനുള്ള സാധ്യത. It's 20. ഓ, വലിയ ഫ്ലൈറ്റ് ആണ് കേട്ടോ. 20A 12 14 17 18 19 യെസ് 20. അപ്പോൾ നമ്മൾ 20 കയറി. ഇവിടെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് ആട്ടോ. ഫ്രാൻസ് പാരീസിലുള്ള എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇപ്പോൾ സമയം ഇവിടെ 10 മണി കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എമിഗ്രേഷന് വേണ്ടിയിട്ട് പോവാണ്. എന്താണ് പാരീസ് എയർപോർട്ടും പാരീസ് വന്ന് നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ സുന്ദരികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്, ഈ കാണുന്നത് എയർബസ് 380. വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. അതുപോലെ പുറത്ത് വരുമ്പോഴിങ്ങനെ നമ്മുടെ നാട്ടിലെ ഫ്ലൈറ്റ് കിടക്കും.
സൗദി എയർലൈൻസ്. ഇതേ ഇറങ്ങുന്നുണ്ടോ? മാഷാ അല്ലാഹ്, സൗദി എയർലൈൻസ് കണക്കാണ്. കണ്ടാൽ ഇപ്പോൾ നമ്മൾ സൗദിയിൽ ഇറങ്ങിയത് മാതിരി തോന്നും. പക്ഷേ സൗദിയിലല്ല, പാരീസിലെ എയർപോർട്ടിലാണ് സൗദി എയർലൈൻസ് കിടക്കുന്നത്. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഖത്തർ എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റും ഇങ്ങനെ പോയിരുന്നു. അതുപോലെ എമിറേറ്റ്സും പോകുന്നുണ്ട് കേട്ടോ. എമിറേറ്റ്സ് പോകുന്നതാണ്. ഓ, ഇവിടെ തന്നെ പാസ്പോർട്ടൊക്കെ കൊടുക്കണമല്ലോ. എയറോ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ബിൽഡിങ്ങിലേക്ക് കാല് വയ്ക്കുമ്പോൾ തന്നെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നു കേട്ടോ. അത് മൊത്തം നോക്കുന്നുണ്ട്. വിസ, ശരിക്കും വിസയുടെ പേജും നമ്മുടെ പാസ്പോർട്ടിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ള പേജും വളരെ വ്യക്തമായിട്ട് ഭൂതകണ്ണാടി വെച്ച് നോക്കുന്നുണ്ട്. കണ്ണാടി വെച്ച് ആലയാടി നോക്കി. പിന്നെ അത് കഴിഞ്ഞ് അകത്തേക്ക് കയറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ല, വളരെ സ്നേഹത്തോടു കൂടി. ഇതൊരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ, വലിയ എയർപോർട്ടൊന്നുമല്ല, ഒരു ചെറിയ എയർപോർട്ടാണ്. ഇതാണ് പുതിയ എയർപോർട്ട്, പക്ഷേ എന്നിട്ട് ഇത് ചെറുതാണല്ലോ. ആ കാണുന്നത് പാർക്കിംഗ് ആണ്. ഇവിടെ 2 എയർപോർട്ടുണ്ട്. ഒർലി എന്ന് പറഞ്ഞിട്ടൊരു പഴയ എയർപോർട്ടുണ്ട്. പക്ഷേ ആ എയർപോർട്ടിലേക്ക് ഞാൻ ടിക്കറ്റ് നോക്കിയായിരുന്നു. അവിടെയും ടിക്കറ്റ് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് കിട്ടിയില്ല എന്നല്ല, അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് തിരിച്ചു പോകുമ്പോഴത്തേക്ക് കുവൈറ്റിൻ്റെ ട്രാൻസിറ്റാണ്. പക്ഷേ എനിക്ക് കുവൈറ്റിൽ വിസ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ പറയുന്നു അത് വിസ പെട്ടെന്ന് കിട്ടും, ചിലർ പറയുന്നില്ല അത് ഇന്ത്യക്കാർക്കൊന്നും നമ്മുടെ ഇക്കാമുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത് കാരണം ഞാൻ പിന്നെ അതിനുവേണ്ടി കൂടുതൽ ശ്രമിച്ചില്ല, അത് കളഞ്ഞു. കുറേ നടക്കാണ്ട് എമിഗ്രേഷനിലേക്ക്. ജനങ്ങളിങ്ങനെ പറന്നു പോവാണ് കേട്ടോ. പാരീസിൻ്റെ അതായത് ഫ്രാൻസിൻ്റെ പാസ്പോർട്ടുകാർക്ക് വേറെ ഇഷ്യൂ ഒന്നുമില്ല. അവരെയൊക്കെ പെട്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മാത്രം മതി, അവരപ്പോഴും തന്നെ പറഞ്ഞു വിടുകയാണ്. പക്ഷേ ഷെങ്കൻ കൺട്രീസിനും പ്രശ്നമില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിപ്പോൾ വന്നതിൽ ചൈനീസ് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തുകാരുണ്ടായിരുന്നു, അത് നമ്മുടെ ഇസ്താംബൂളുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പാസ്പോർട്ട് എന്നെ പോലെ തന്നെ അവർ നോക്കി എന്നിട്ട് കൊടുത്തുള്ളൂ കേട്ടോ. ഇനി എന്താണെന്ന് എമിഗ്രേഷനിൽ പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. കുറേ നടക്കാനുണ്ട്, എന്തായാലും ഇങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷെ എന്തായാലും ഫ്ലൈറ്റിലിരുന്നൊരു 3.5 മണിക്കൂറോളം നല്ലതുപോലെ ഉറങ്ങിയിട്ടാ. ആ ക്ഷീണം മാറി, ഒന്നും അറിഞ്ഞില്ല. ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്ഷീണിച്ച് അങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നല്ലതുപോലെ വലിക്കുകയും ചെയ്യും, അതായിരിക്കും. എൻ്റെ ബാക്കിൽ ഒരു പാകിസ്ഥാനി ടീം ഉണ്ടായിരുന്നു. അത് കുറച്ച് അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു കേട്ടോ. ഒന്ന് സീറ്റിൽ ചാരി ഇരിക്കാൻ പോലും അവർ വിടുന്നുണ്ടായിരുന്നില്ല. അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് അറേഞ്ച് ചെയ്യാം. ഹായ്, ഓക്കെ, താങ്ക് യു. നമ്മൾക്ക് സ്ട്രൈറ്റ് പോകാനാണ് പറഞ്ഞത്. ഇവിടുത്തെ എമിഗ്രേഷൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ സിഗ്സാക്കാണ്, ഇങ്ങനെ ഫുൾ സിഗ്സാക്കാ, ലൈനായിട്ടല്ല, ഓരോ സ്റ്റെപ്പും സിഗ്സാക്കായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഫുൾ സിഗ്സാക്ക് ഭയങ്കര രസമാണ്. ഫൈനലി സിഗ്സാക്ക് തീർന്ന് നമ്മൾ
ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ചെറിയ ഒരു 5-6 കൗണ്ടറേ ഉള്ളൂ കേട്ടോ, ഇതായിട്ട് കൗണ്ടറും ഇല്ല.